ഒരു വലിയ സ്വപ്നം, ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയന്നൂർ ബ്ലോക്ക് എക്സ് സർവീസ് മെൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട്. ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം. കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും. മരുന്നുകൾക്ക് 18% വരെ വിലക്കുറവുള്ള സൈനിക് നീതി മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ PJ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ, തോന്നൂർക്കര. വന്യജീവി ആക്രമണത്തിൽ നിന്ന് എളനാട് ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണത്തിൽ നിന്നും എളനാട് നിവാസികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KV ദാസൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ചാലും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന രീതിയിലല്ല ഈ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഉള്ളതാണ് എല്ലാവരും പറയുന്നത്. പ്രിയപ്പെട്ട നൗഷാദിനെ സ്വാഗതം ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചേലക്കര നിയോജക മണ്ഡലവുമായിട്ട് 30-35-40 വർഷക്കാലത്ത് ബന്ധമുണ്ട്. അന്ന് കാലത്തൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ മേഖലയിലേക്ക് വരുമ്പോൾ ആ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് ആനകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ജീവിത മേഖലയിലേക്ക് കടന്നു വരുമെന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അത് കടന്നു വരാൻ കാരണം ഞങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ദേശീയപാത തൃശ്ശൂർ പാലക്കാട് ദേശീയപാത, അവിടെ ആ തുരങ്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുരങ്ക നിർമ്മാണം കഴിഞ്ഞപ്പോൾ ആനകൾക്കും മറ്റു മൃഗങ്ങൾക്കും യഥേഷ്ടം പീച്ചി വനമേഖലയിൽ നിന്ന് ഇപ്പുറത്തെ വനമേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാവുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം ഈ മറ്റേ പാതയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. ആ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പീച്ചി വനമേഖലയിൽ നിന്ന് വരുന്ന വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഈ മേഖലയിലുള്ള ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അത് കഴിക്കുന്ന മുൻകരുതലുകൾ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണുന്നത്. മണ്ഡലം പ്രസിഡന്റ് C. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ T. ഗോപാലകൃഷ്ണൻ, T. നിർമ്മല, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK പ്രകാശ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ, പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ്, INTUC മണ്ഡലം പ്രസിഡന്റ് എൽദോ ഐസക്, IUML നേതാക്കളായ PM കാസിം ഹാജി, NS അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾ, മഹിളാ കോൺഗ്രസ് അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിൽ സന്നിഹിതരായിരുന്നു. അതൊന്നും അറിയില്ല. അവർ സബ് ടെൻഡർ കൊടുത്തു, അത് രണ്ടാമതൊരു ടെൻഡർ കൊടുത്തു. ഇപ്പോൾ എടുത്തിട്ടുള്ള ആളുകൾ പറയുന്നത് അവരുടെ കയ്യിൽ കാശില്ല, പാർട്ടി ബില്ല് എഴുതി കിട്ടാൻ നിവൃത്തിയില്ല. 5 രൂപയിൽ മുതൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറി ബാനാണ്, അത് കിട്ടാൻ രക്ഷയില്ല. ആ അവസ്ഥയിലാണ് ഇത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇത് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് സോളാർ വേലി പൂർത്തിയാക്കി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും എളനാട് ജനതയെ മോചിപ്പിക്കണമെന്ന് പല പ്രാവശ്യം ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതിന് യാതൊരു പരിഹാരവും നിലവിലില്ല. CCV ന്യൂസ്.